പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെ പറയണം. കാരണം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് കലാസൃഷ്ടി എന്ന നിലയിലും കൊമേഴ്ഷ്യലി നിൽക്കാൻ സാധിക്കുന്ന ഒരു സിനിമ എന്നുള്ള നിലയിലും വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ആണ് മലയാള സിനിമയ്ക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. മിക്കവാറും തമിഴ് സിനിമകൾ മലയാളത്തിൽ വന്ന് ബോക്സ് ഓഫീസ് ഹിറ്റുകൾ ഉണ്ടാക്കുന്നു. മലയാള സിനിമയുടെ റെക്കോർഡുകളെ പോലും തകർക്കുന്ന രീതിയിൽ തമിഴിൽ നിന്നും സിനിമകൾ കേരളത്തിൽ വന്ന് കളിക്കാറുണ്ട്. കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് വലിയ ലാഭം അവർ കൊയ്യാറുണ്ട്. നേരെ തിരിച്ച് ഒരു മലയാള സിനിമ തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും ചെന്ന് അവിടെ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നു, അവിടെ ആളുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, തിയേറ്ററുകളിൽ വലിയ ഓളം ഉണ്ടാക്കുന്നു. ഇതെല്ലാം സാധിച്ചത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ പേരുകൊണ്ടുകൂടെയാണ്. ഒരു കൂട്ടമായി വന്ന് ആ സിനിമയിലുള്ളതുപോലെ തന്നെ ഒരു കൂട്ടമായി എവിടെയും നടന്നു കയറി ചെല്ലുന്ന, അതുപോലെ തന്നെ അവർ അവാർഡ് വേദിയിലേക്കും നടന്ന് ഒന്നിച്ചു കയറി വരുന്നു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. തീർച്ചയായും അതിന്റെ ടെക്നിക്കൽ സൈഡിലും നിരവധി ആളുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, ഒരു അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴും മന്ത്രി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനിന്റെ വലിപ്പം കൂടിയാണ്. എത്ര മനോഹരമായിട്ടാണ് ഒരു ഗോഡൌണിനെ അവരൊരു പാറക്കെട്ടിനെ പാറമടയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അതും നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത, എന്നാൽ നമുക്കെല്ലാം ഭീതി ഉണ്ടാക്കുന്ന ഒരു സ്ഥലം, നമുക്ക് സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒന്ന് ചിന്തിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അതിനെ ആ പ്രൊഡക്ഷൻ ഡിസൈനെ മുഴുവൻ മാറ്റിയെടുക്കുന്നു എന്നുള്ളത് അജയൻ ചാലിശ്ശേരി എന്നുള്ള കലാകാരന്റെ വലിയൊരു കഴിവ് തന്നെയാണ്. അയാളുടെ ഒരു സിഗ്നേച്ചറായി തന്നെ ഈ കലാസൃഷ്ടി മഞ്ഞുമൽ ബോയ്സ് നിലനിൽക്കുമെന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ARMന്റെ കാര്യം പറഞ്ഞിരുന്നു. അതായത് ARM നമ്മൾ ഇപ്പോൾ ടൊവിനോയുടെ കാര്യം മാത്രമല്ല, അതിൽ 3D എഫക്റ്റിൽ വന്നൊരു ചിത്രമായിരുന്നു. അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രതീക്ഷയോടെ പ്രേക്ഷകർ തിയേറ്ററുകളിൽ എത്തി. എന്നാൽ വലിയ റിസൾട്ട് അവിടെ തിയേറ്ററുകളിൽ അതിനെ ഉണ്ടാക്കാൻ സാധിച്ചോ? കാരണം മഞ്ഞുമലൊക്കെ 200 കോടി നിൽക്കുമ്പോഴാണ് ARM എത്തുന്നത്. എങ്കിൽ പോലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട വ്യത്യസ്തമായ 3 ഗെറ്റപ്പിൽ ടൊവിനോ എത്തിയൊരു ചിത്രമായിരുന്നു. അപ്പം ARM കാര്യമായി പരിഗണിക്കപ്പെട്ടു എന്ന് തന്നെയാണോ തോന്നുന്നത്? ARMന് ഇതുവരെയുള്ള പ്രത്യേക ജൂറി പരാമർശത്തിൽ ടൊവിനോയുടെ പേരും ടെക്നിക്കൽ സൈഡിലും മാത്രമാണ് ARM പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. 3 കാലഘട്ടത്തിലേക്ക് ഒരു നടനെ കൊണ്ടുചെന്നെത്തിക്കുക എന്ന് പറയുന്നത് തന്നെ അതിന് ടെക്നിക്കലി തന്നെ എത്രത്തോളം ശ്രമകരമാണെന്ന് നമുക്ക് മനസ്സിലാകും. പ്രത്യേകിച്ചും അതിലെ മേക്കപ്പും കോസ്റ്റ്യൂമും അടക്കം കാലത്തെ അടയാളപ്പെടുത്തുന്ന രീതിയിലാണ് ARMൽ അത് വന്നുപോയിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനും വലിയ രീതിയിൽ റിലീസിന്റെ സമയത്ത് തന്നെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതിൽ സുരഭി ലക്ഷ്മിയുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. വളരെ ഗംഭീരമായ 2 കാലഘട്ടത്തിലേക്ക്, പ്രത്യേകിച്ചും ടൊവിനോയുമായിട്ടുള്ള കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ആണ് സുരഭി അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പരാമർശങ്ങളിലൊന്നും അവരുടെ പേര് തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ടെക്നിക്കലി നോക്കുമ്പോഴും റിച്ചായി തന്നെ കാഴ്ചക്കാരിലേക്ക് എത്തിയ സിനിമയാണ് ARM. പക്ഷെ അതിന്റെ 3D എഫക്റ്റ് എത്രത്തോളം ആളുകളിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതിൽ പല സമയങ്ങളിലും സംശയമുണ്ടായിരുന്നു. പലപ്പോഴും ഒരുപക്ഷെ നമ്മുടെ തിയേറ്ററുകളുടെ ലിമിറ്റേഷനുകളാകാം ഒരു 3D എഫക്റ്റ് 3Dയിൽ ഇറങ്ങുന്ന സിനിമകൾ പ്രദർശിപ്പിക്കാൻ പാകത്തിന് എത്ര തിയേറ്ററുകൾ കേരളത്തിൽ അവൈലബിൾ ആണ് എന്ന ചോദ്യം കൂടെ അവിടെ വരുന്നുണ്ട്. അത് ARMന്റെ ടീമിനെ സംബന്ധിച്ചും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലെങ്കിൽ സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. കാരണം അവർ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ട് എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം ചില വിഭാഗങ്ങളിൽ അത് തഴയപ്പെട്ടതെന്ന് തോന്നുന്നു. അതിനപ്പുറത്തേക്ക് ചന്ദ്ര, ഇപ്പോൾ നമുക്കൊരു 3-4 വർഷം മുമ്പുള്ള അവാർഡുകളെയും ഇത്തവണത്തെ അവാർഡുകളെയും നമ്മൾ ഒന്ന് ചെറുതായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അപ്പൊ ഈ ജനപ്രിയ ചിത്രങ്ങളിലേക്ക് അവാർഡ് ജൂറി മാറുന്നു എന്നുള്ളൊരു ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് അങ്ങനെയല്ലേ. നേരത്തെ നമുക്കറിയാം ഓഫ് ബീറ്റ് ചിത്രങ്ങളും ഒപ്പം തന്നെ നമുക്ക് പരിചയം പോലും ഇല്ലാത്ത ആളുകളിലേക്കൊക്കെ അവാർഡ് പോയിരുന്നത്. കുറച്ചുകൂടി ജനപ്രിയമായിരിക്കുന്നു അവാർഡ് നിർണയം എന്നതിൽ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ? അതിൽ കുറച്ചുകൂടെ പേഴ്സണൽ ഒപ്പീനിയൻ ആയി പോകുമോ എന്ന് സംശയമുണ്ട്. എങ്കിൽ പോലും കൊമേഴ്ഷ്യൽ ചിത്രങ്ങളിൽ എത്രത്തോളം കലാമൂല്യം കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത് സിനിമകളിൽ തന്നെ വരുന്ന വലിയ മാറ്റമാണ്. അതായത് കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് ഇത്ര നമ്പർ ഓഫ് പാട്ട്, സോങ് സീക്വൻസ് വേണം, നായകന് ഇത്രത്തോളം പ്രാധാന്യം വേണം, സഹനടന്മാർക്ക് ഇത്ര പ്രാധാന്യം മതി, കൂടെ നടക്കുന്ന നടന്മാർ, നടിമാർ തുടങ്ങിയിട്ടുള്ള പല പൊതു കൺസെപ്റ്റുകളെയും പൊളിച്ചുകൊണ്ടാണ് മലയാള സിനിമ ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. പണ്ട് കൊമേഴ്ഷ്യൽ വാല്യൂ എന്ന് പറയുന്നതിനെ ചില ഫാക്ടറികളിൽ മാത്രം നിലനിർത്തിയിരുന്നിടത്തു നിന്ന് കഥയിലേക്ക് മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ക്യാൻവാസും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് 30 കോടി 40 കോടി മുടക്കിയിട്ടാണ് നമ്മൾ 300 കോടിയോളം
വലുപ്പമുള്ള ചിത്രങ്ങൾ എടുക്കുന്നത്. അത്തരം വലുപ്പങ്ങളിലേക്ക് ചെല്ലുമ്പോൾ തീർച്ചയായും നമുക്കതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന സംവിധാനങ്ങൾ വേണം, നമുക്കതിന് കൊടുക്കാൻ വേണ്ട പ്രത്യേക ഇത്തരത്തിലുള്ള ബഹുമതികൾ. അതാണ് അത് ചന്ദ്ര പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്, ക്ലിയർ ആണ്. കാരണം അത്ര വലിയ ക്യാൻവാസിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളതാണ്, പ്രത്യേകിച്ച് മലയാള സിനിമ. ഇല്ലെങ്കിൽ നമുക്കറിയാം വേടന്റെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തിന് മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് കേരളത്തിൽ ലഭിക്കുമോ എന്നുള്ളതിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. അപ്പം